ബഹുമാനപ്പെട്ട സൽമാൻ അസേരിയെ നമ്മുടെ ബുസ്റാക്ക് മുഴുവൻ അതിൽ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يحب التوابين ويحب المتطهرين. صدق الله مولانا العظيم. وقال سيدنا ونبينا محمد صلى الله عليه وسلم: الطهور شطر الإيمان. ബഹുമാന്യരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ശ്രോതാക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി സമയവും ഊർജവും ചെലവഴിച്ചുകൊണ്ട് ഈ ക്ലാസ് റൂമിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന സഹപ്രവർത്തകരെ, ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫള് കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ അബദ്ധങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫള് കൊണ്ട് അഫൂ ചെയ്തു തരട്ടെ. നമ്മുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റി എല്ലാ നിലക്കും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ബുശ്റാക്കുമുൽ യൗം എന്ന വ്യത്യസ്തമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ ഇന്നത്തെ നമ്മുടെ വിഷയം ശുദ്ധി, വിശ്വാസിയുടെ സഹചാരി എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കാലികമായ മറ്റു വിഷയങ്ങളൊക്കെ നമുക്കിവിടെ ചർച്ച നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ പരമാവധി അല്പസമയം കൊണ്ട് വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുവരെ ക്ഷമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ബുശ്റാക്കുമുൽ യൗം എന്ന നമ്മുടെ ഈ പരിപാടിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശുദ്ധി. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. പശ്ചാത്തപിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ശുദ്ധിയുള്ള ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആശയത്തിലുള്ള പല ഹദീസുകളും പല ആയത്തുകളും വേറെയുമുണ്ട്. ഇവിടെ ഒന്ന് അള്ളാഹു പറയുന്നത് തൗബ ചെയ്യുന്നവരെയാണ്, തൊട്ടുടനെ തുടർത്തി പറയുന്നത് ശുദ്ധിയുള്ളവരെയുമാണ്. സത്യത്തിൽ തൗബയും തഹൂറും തമ്മിൽ ഒരു നിരക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. തൗബ എന്ന് പറയുന്നതും സത്യത്തിൽ ഒരു ശുദ്ധീകരണമാണ്. ആത്മീയ ശുദ്ധി വരുത്തുവാനുള്ള
ഉപകരണമാണ് അല്ലെങ്കിൽ ആയുധമാണ് തൗബ. അപ്പോ ആത്മീയ ശുദ്ധി വരുത്തുന്നവരെയും മുതത്വഹീരീങ്ങളായ ബാഹ്യ ശുദ്ധി വരുത്തുന്നവരെയും ഉള്ളും പുറവും ശുദ്ധിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ആദ്യമായി അയാൾ ചെയ്യുന്നത് അയാളുടെ ദേഹം ശുദ്ധി വരുത്തുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ആയത്ത്, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ സംസാരത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി അതിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്. അത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا وامسحوا برؤوسكم وامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. സത്യവിശ്വാസികളായ ആളുകളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, നിസ്കാരത്തിലേക്ക് നിന്നാൽ എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ ഒരുങ്ങുന്ന സമയത്ത് പോയി വുളൂ ചെയ്യുക എന്നല്ല. നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകുക, നിങ്ങളുടെ കൈകൾ മുട്ടോടുകൂടെ കഴുകുക. വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തല നിങ്ങൾ തടവുകയും ചെയ്യുക. വഅർജുലക്കും, നിങ്ങളുടെ കാലുകളെയും നിങ്ങൾ കഴുകുക. ഇലൽ കഅബൈൻ, മിരിയാണി ഉൾപ്പെടെ, മിരിയാണി വരെ. ഇവിടെ വഇൻ കുന്തും ജുനുബൻ, നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ ഫത്തഹറു, അപ്പോൾ നിങ്ങൾ ശുദ്ധി വരുത്തണം. അപ്പോൾ വുളൂ മതിയാവുകയില്ല, അപ്പോൾ പിന്നെ ജനാബത്തിനുള്ള ശുദ്ധി വരുത്തണം. വഇൻ കുന്തും മർദാ വഅലാ സഫർ, രോഗികളോ അല്ലെങ്കിൽ യാത്രക്കാരോ ആണെങ്കിൽ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത് ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഖളാഉൽ ഹാജത്ത് പൂർത്തീകരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ അന്യ സ്ത്രീകളെ സ്പർശിച്ചാൽ, ഫലം തജിദൂ മാഅൻ, നിങ്ങൾക്ക് വെള്ളം എത്തിക്കാതിരിക്കുകയും ചെയ്താൽ ഫതയമ്മമു, നിങ്ങൾ തയമ്മും ചെയ്യുക. അതായത് വെള്ളമില്ലെങ്കിലും ശുദ്ധീകരണത്തിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു പഴുത് ഇവിടെ ഇല്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വുളൂഇന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ആയത്തിൽ ചെറിയ ഒരു വിഷയം സംസാരിക്കേണ്ടതുണ്ട്. അതായത് വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ തല നിങ്ങൾ തടവുകയും വഅർജുലക്കും, അവിടെ വഅർജുലിക്കും എന്ന് ചില ആളുകൾ ഓതിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ തല നിങ്ങൾ തടവുക, വഅർജുലിക്കും നിങ്ങളുടെ കാലുകളും തടവുക എന്നാകും അർത്ഥം. കാല് തടവുക എന്നതല്ല വുളൂഇന്റെ രീതി. ഷിയാക്കളെ പോലെയുള്ള ചില ആളുകളൊക്കെ ഈ ആയത്ത് അർജുലിക്കും എന്ന് ഓതുകയും കാല് തടവിയാൽ മതി എന്ന് പറയുകയും ചെയ്തവരുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ
പൂർവീകരായ പണ്ഡിതന്മാർ മുഴുവൻ ആളുകളും അർജുലക്കും എന്ന് ഓതുകയും ഐദിയക്കും എന്ന് പറഞ്ഞതിലേക്കാണ് ഇത് മടങ്ങുന്നത്. ഇത് ഐദിയക്കും എന്ന് പറഞ്ഞതിലേക്കാണ് ഇതിന്റെ അത്തുഫ്. അതുകൊണ്ട് തന്നെ ഫഗ്സിലു വുജൂഹക്കും ഐദിയക്കും, നിങ്ങളുടെ കാലുകളും കൈകളും നിങ്ങളുടെ മുഖവും നിങ്ങൾ കഴുകുക, അർജുലക്കും നിങ്ങളുടെ കാലുകളും. അങ്ങനെയാണ് മഅന വെക്കേണ്ടത് എന്ന് നിരവധി ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങളും ഇമാമിയങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തിലുള്ള ചെറിയ ഒരു വസ്വാസ് ഞാൻ നീക്കം ചെയ്തതാണ്. അപ്പോൾ കാലുകൾ കഴുകുക തന്നെ വേണം. അതായത് നിസ്കരിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ശുദ്ധി വരുത്തുക എന്നതാണ്. ഇവിടെ മറ്റുള്ള ഇബാദത്തുകൾക്ക്, ഇപ്പോ നോമ്പാവട്ടെ, അതുപോലെ ധാരാളം ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളിലൊന്നും സത്യത്തിൽ വുളൂഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടില്ല. വുളൂ ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത ഒരു സംവിധാനം ഇല്ല. വുളൂ ഇല്ലാതെ വലിയ അശുദ്ധിക്കാരനായിക്കൊണ്ട് അല്ലെങ്കിൽ ജനാപത്തുകാരനായിക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ല, വുളൂ ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ഇബാദത്തുകളുണ്ട്. പക്ഷെ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വുളൂ ഇല്ലാതെ നിസ്കരിക്കാവുന്ന ഒരു ഘട്ടവും ഇല്ല. വെള്ളം കിട്ടിയില്ലെങ്കിൽ പോലും അയാൾക്ക് ശുദ്ധീകരണത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല. മറിച്ച് അയാൾ തയമ്മം ചെയ്തിട്ട് അയാൾ ശുദ്ധി വരുത്തട്ടെ. ഇതാണ് ഇസ്ലാമിന്റെ കൽപ്പന ഈ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇസ്ലാം വലിയ പ്രാധാന്യമാണ് ശുദ്ധിക്ക് നൽകിയത്. ഇത്രമാത്രം ശുദ്ധീകരണത്തിന് വലിയ പ്രാമുഖ്യം നൽകിയ ഒരു മതം അല്ലെങ്കിൽ ഒരു തത്വസംഹിത ലോകത്ത് ഇസ്ലാം അല്ലാതെ മറ്റൊന്ന് കാണാൻ സാധ്യമല്ല. പലപ്പോഴും ഇസ്ലാം നിഷ്കർഷിച്ച ശുദ്ധീകരണത്തിന്റെ ബൗണ്ടറിക്ക് പുറത്ത് കിടക്കുന്നത് കൊണ്ടാണ് ലോകത്ത് പലതരത്തിലുള്ള രോഗങ്ങളും മറ്റും കടന്നുകൂടിയത്. അതൊരു വുളൂഇന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാം നടക്കും. ലൈംഗികമായ ശുദ്ധി, ശാരീരികമായ ശുദ്ധി, മാനസികമായ ശുദ്ധി, പരിസ്ഥിതിയുടെ ശുദ്ധി, വീടിന്റെ ശുദ്ധി, അങ്ങനെ ഏതേത് മേഖലകൾ എടുത്തു നോക്കിയാലും ഇസ്ലാം നിഷ്കർഷിച്ച, ഇസ്ലാം പ്രാമുഖ്യം നൽകിയ, പഠിപ്പിച്ച ശുദ്ധീകരണത്തിന്റെ ബൗണ്ടറിക്ക് പുറത്ത് കടന്നതാണ് പലപ്പോഴും പല രോഗങ്ങളും പല അബദ്ധങ്ങളും അപകടങ്ങളും വരാനുണ്ടായ സാഹചര്യം എന്ന് ചെറിയ ഒരു പഠനം നടത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും. വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂ ചെയ്യുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനം പറയുന്നത്, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കണം എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വുളൂ ചെയ്യാൻ, ശുദ്ധീകരണം വരുത്താൻ കൽപ്പിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചത്. ശുദ്ധീകരണം നടത്താൻ, വുളൂ ചെയ്യാനുള്ള കൽപ്പന കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. മറിച്ച് വലാകിൻ യുരീദു ലിയുത്ഹിറക്കും വലിയുതിമ്മ നിഅമതഹു അലൈക്കും, വലാകിൻ യുരീദു ലിയുത്ഹിറക്കും, പകരം അല്ലാഹു ഉദ്ദേശിച്ചത് നിങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ് അല്ലാഹു ഉദ്ദേശിച്ചത്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും, അവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരലിനെയുമാണ് അല്ലാഹു ഉദ്ദേശിച്ചത്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകാൻ വേണ്ടി. വുളൂ ചെയ്യാനുള്ള കൽപ്പനയിലൂടെ അല്ലാഹു ഉദ്ദേശിച്ചത് നമ്മെ ശുദ്ധീകരിക്കലാണ്. അല്ലാതെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു അടിമ പോയി നിൽക്കുന്നു, വുളൂ ചെയ്യാതെ പോയി നിന്നാൽ അവന്റെ
ശുദ്ധിയില്ലായ്മ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ പ്രയാസമാകും. അങ്ങനെയല്ല, നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ത്വഹാറത്ത് എന്ത് ത്വഹാറത്താണ്? അത് കേവലം ബാഹ്യമായ അല്ലെങ്കിൽ അവയവങ്ങളെ ശുദ്ധീകരിക്കൽ മാത്രമാണോ? അതല്ല മറ്റു വല്ല ശുദ്ധീകരണവും ഇതിന്റെ ലക്ഷ്യമാണോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് വുളൂഇന്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അത്തുഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറഞ്ഞാൽ, ഇസ്ലാം നിഷ്കർഷിച്ച ശുദ്ധി ഒരാൾക്ക് പരിപാലിക്കാൻ സാധിച്ചാൽ അയാൾക്ക് ബാക്കി പകുതി നോക്കിയാൽ മതി. പകുതി ഭാഗം അയാളത് കറക്റ്റാണ്. ഇതൊരു എളുപ്പമുള്ള കാര്യമാണ് എന്ന് വിചാരിക്കണ്ട. ശുദ്ധിയിൽ തന്നെ നിലനിൽക്കുക എന്ന് പറയുന്നത്, എല്ലാ നിലക്കുമുള്ള ശുദ്ധി ഒരാൾ പാലിക്കുക എന്നത് സത്യത്തിൽ അയാളാണ് അയാൾ മുഅ്മിനാണ് എന്നതിന്റെ അടയാളം തന്നെയാണ്. അത് ബാഹ്യമായ ശുദ്ധിയാണെങ്കിലും ആന്തരികമായ ശുദ്ധിയാണെങ്കിലും ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ്. അല്ലാതെ ദിവസവും 4 നേരം കുളിച്ചുകൊണ്ട് നടക്കുക എന്ന് മാത്രമല്ല. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂ ചെയ്യാൻ കൽപ്പിച്ചതിലൂടെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞത്? മഹാന്മാരായ മുഫസ്സിറുകൾ വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയുണ്ട്. ഈ വുളൂ എന്ന് പറയുന്ന സംഗതി മുമ്പ് പല സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശറഅക്കിയിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ വുളൂ ചെയ്യുന്ന ആളുകൾക്ക് അത് അവർക്കുള്ള ഒരു നേട്ടവും ഐഡന്റിറ്റിയുമായി നാളെ മഹ്ശറിൽ അവരെ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അത് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് മാത്രം പ്രത്യേകമായ ഒരു ഔദാര്യമാണ്, ഒരു സംഗതിയാണ്, പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനവർകൾ പറയുന്നു, ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫൽയഫ്അൽ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും എന്റെ സമുദായം യുദഊന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവരെ ക്ഷണിക്കപ്പെടും, വിളിക്കപ്പെടും, ഗുർറൻ മുഹജ്ജലീന, അവരുടെ അവയവങ്ങൾ വെളുത്തവരായ അവസ്ഥയിൽ, മിൻ ആസാരിൽ വുളൂ ചെയ്തതിന്റെ അടയാളമായിട്ട് അവരുടെ അവയവങ്ങൾ വെളുത്ത രീതിയിൽ, വെളുത്ത അവസ്ഥയിൽ എന്റെ ഉമ്മത്തിനെ നാളെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. ഇത് മുമ്പുള്ള ഒരു സമുദായത്തിനുമില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തുടരുന്നു, അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ അവന്റെ അവയവങ്ങളെ നീട്ടിക്കഴുകാൻ ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. വെള്ളവും ആരോഗ്യവും സൗകര്യവും ഉള്ള ആളുകൾ അത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. കാരണം എന്താ? എത്ര നീട്ടിക്കഴുകുന്നോ അത്രയും അവന്റെ അവയവങ്ങൾക്ക് പ്രകാശം വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനും അത്രമുള്ളതാണ്. മറ്റുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തിന് ഈ പ്രത്യേകതയില്ല, പക്ഷെ മറ്റുള്ള പ്രവാചകന്മാർക്ക് ഈ പ്രത്യേകതയുണ്ട്. അതിന് ഞാനൊരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ സാലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു സംഭവം ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഈ സംഭവം ബഹുമാനപ്പെട്ട
ഇമാം ഖുർത്തുബി ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. അതായത് ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്നഹു സമിഅ റജുലൻ യുഹദ്ദിസു അന്നഹു റഅ റുഅയം ഫിൽ മനാമി, ഒരാള് സ്വപ്നം കണ്ട കഥ പറയുന്നത്, സംഭവം പറയുന്നത് ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു കേട്ടു. അന്നന്നാസ ഖദ് ജമഉ ലിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഖദ് ജുമിഉ ലിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. സുമ്മ ദുഇയൽ അംബിയാഉ മഅ കുല്ലി നബിയ്യിൻ ഉമ്മത്തു, പിന്നെ ഓരോ പ്രവാചകന്മാരെയും ക്ഷണിക്കുകയാണ് ഹിസാബിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി. മഅ കുല്ലി നബിയ്യിൻ ഉമ്മത്തു, ഓരോ പ്രവാചകന്റെയും കൂടെ ആ പ്രവാചകന്റെ സമുദായവുമുണ്ട്. ആ അവസ്ഥയിലാണ് ഹിസാബിന് വിളിക്കുന്നത്. അങ്ങനെ അന്നഹു റഅ ലികുല്ലി നബിയ്യിൻ നൂറൈനി യംശി ബൈനഹുമാ, അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ് ഓരോ പ്രവാചകനും രണ്ട് പ്രകാശങ്ങൾ, യംശി ബൈനഹുമാ, ആ രണ്ട് പ്രകാശത്തിന്റെയും ഇടയിലായിട്ട് ആ പ്രവാചകൻ നടക്കുന്നു. ഓരോ പ്രവാചകന്മാരും അവരുടെ സമുദായത്തെയും കൂട്ടിയിട്ടാണ് ഹിസാബിന് വരുന്നത്. ആ വരുന്ന പ്രവാചകന്മാരാവട്ടെ അവരുടെ രണ്ട് പ്രകാശത്തിന്റെ ഇടയിലായിട്ടാണ് അവർ നടക്കുന്നത്. അതേപോലെ തന്നെ വലിമൻ അത്ബഅഹു മിൻ ഉമ്മത്തിഹി നൂറൻ വാഹിദ, അവരുടെ കൂടെ വരുന്ന സമുദായത്തിന്, ആ പ്രവാചകന്മാരുടെ സമുദായം, ഉമ്മത്ത്, അവരുടെ അരികിൽ ഒരു പ്രകാശവുമുണ്ട്. അപ്പൊ പ്രവാചകന്മാർ രണ്ട് പ്രകാശത്തിനിടയിലും അവരുടെ കൂടെ വരുന്ന അവരുടെ ഉമ്മത്ത് ഒരു പ്രകാശത്തിന്റെ ഇടയിലുമായിട്ടാണ് അവർ നടന്നു വരുന്നത്. ഇത് കണ്ടപ്പോൾ ഹത്താ, അങ്ങനെ എല്ലാ പ്രവാചകന്മാരെയും ക്ഷണിക്കപ്പെട്ടു അവരുടെ സമുദായത്തോടുകൂടെ. ഹത്താ, അങ്ങനെ ദുഇയ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കപ്പെട്ടു. ഫഇദാ ശഅറു റഅസിഹി വവജ്ഹിഹി നൂറുൻ കുല്ലുഹു യറാഹു കുല്ലു മൻ നദറ ഇലൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ തലയിലും മുഖത്തുമുള്ള മുടികൾ, അവിടുത്തെ തലയിലുള്ള മുടികളും അവിടുത്തെ മുഖവും മുഴുവൻ പ്രകാശിച്ച അവസ്ഥയിലാണ്, നൂറായ അവസ്ഥയിലാണ്. കുല്ലുഹു യറാഹു കുല്ലു മൻ നദറ ഇലൈഹി, ആര് നോക്കിയാലും കാണുന്ന അവസ്ഥയിൽ നല്ല സുന്ദരമായ പ്രകാശത്തോടു കൂടിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കപ്പെട്ടത്. വഇദാ ലിമൻ അത്ബഅഹു മിൻ ഉമ്മത്തിഹി നൂറാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ക്ഷണിക്കപ്പെട്ട, അതായത് തങ്ങളുടെ ഉമ്മത്ത്, കൂടെയുള്ള ഉമ്മത്ത്, അവര് രണ്ട് പ്രകാശത്തിന്റെ ഇടയിലാണ്. കനൂരിൽ അംബിയാ, മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർക്കുണ്ടായിരുന്നത് പോലെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനുള്ളത്. ഫഖാല ലഹു കഅബുൻ വഹുവ ലാ യശ്അറു അന്നഹാ റുഅയ, ഇത് കേട്ടപ്പോ കഅബുൽ അഹ്ബാർ തങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തിന് ഇത് സ്വപ്നാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അതുവരെ. മൻ ഹദ്ദസക ബിഹാദൽ ഹദീസ് വമാ അല്ലമക ബിഹി, ആരെ നിനക്ക് ഈ സംഭവം പഠിപ്പിച്ചെന്നു, ആരെനിക്കിത് പറഞ്ഞെന്നു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് സ്വപ്നം കണ്ടത് പറയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ തങ്ങൾ ചോദിച്ചു, അല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ റഅയ്ത മാ തഖൂലു ഫീ മനാമിക്, നിന്റെ സ്വപ്നത്തിൽ നീ കണ്ടു എന്ന് പറയുന്ന വിഷയം, അത് നീ പറഞ്ഞത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി നീ സത്യം തന്നെയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഫഖാല, അങ്ങനെ സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം വല്ലാഹി ലഖദ് റഅയ്തു ദാലിക, അതെ സത്യം, അള്ളാഹുവാണ് സാക്ഷി, ഞാനത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തന്നെ ഞാൻ സ്വപ്നം കണ്ടത്. ഫഖാല കഅബുൻ, അപ്പോൾ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്ന ഹാദിഹി ലസിഫത്തു അഹ്മദ വ ഉമ്മത്തിഹി, ഇത്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെയും വിശേഷണമാണ് ഈ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. അതായത് മുമ്പുണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്കുള്ള ആ അവസ്ഥയിലുള്ള പ്രകാശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി പറയുന്ന മറ്റൊരു സംഭവം, ഖാല മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ റബ്ബ് അജിദു ഉമ്മത്തൻ കുല്ലുഹും കൽ അംബിയാഇ ഫജ്അൽഹാ ഉമ്മത്തി. പടച്ച റബ്ബിനോട് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, പടച്ചവനെ, ഒരു ഉമ്മത്തിനെ ഞാൻ എത്തിച്ചു, അവരൊക്കെ പ്രവാചകന്മാരെ പോലെ ആവുകയും ചെയ്യുക. ഫജ്അൽഹാ ഉമ്മത്തി, അത് എന്റെ സമുദായത്തെ ആക്കണേ. അതായത് ഒരു പ്രവാചകന്റെ ഉമ്മത്ത് സമുദായം പ്രവാചകന്മാരെ പോലുള്ള അസുഹാബ്, പ്രവാചകന്മാരെ പോലുള്ള അനുയായികളുള്ള ഒരു ഉമ്മത്തിനെ ഞാൻ എത്തിച്ചു. ആ ഉമ്മത്തിനെ എന്റെ ഉമ്മത്താക്കണേ, എന്റെ സമുദായത്തെ ആക്കണേ. അത് ഫഖാല ലഹു, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, തിൽക ഉമ്മത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ് എന്ന്. അപ്പോ ഇത് വുളൂ എന്ന് പറയുന്ന സംഭവം ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരണം നടത്തുക എന്ന് പറയുന്ന മുൻഗാമികൾക്കുമുണ്ട്. പക്ഷേ ശുദ്ധി വരുത്തിയതിന്റെ പേരിൽ മുഹജ്ജലീനായ അവസ്ഥയിൽ മുൻഗാമികളായ പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന ആ ഒരു നൂറോടുകൂടെ, ആ ഒരു പ്രകാശത്തോടുകൂടെ മഹ്ശറിൽ വിളിക്കപ്പെടുകയും ക്ഷണിക്കപ്പെടുകയും ചെയ്യുക, ആ പ്രത്യേകത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. മിൻ ആസാരിൽ വുളൂഇ, അവര് വുളൂ ചെയ്യുന്ന കാരണത്താൽ, വുളൂ ചെയ്ത അതിന്റെ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ വുളൂ എന്ന് പറയുന്നത്, നമ്മൾ വുളുണ്ടാക്കാൻ പറയും, പക്ഷെ വുളൂ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ചില്ലറ കാര്യമാണ്, ഒരു ചെറിയ സംഗതിയാണെന്ന് മനസ്സിലാക്കണ്ട. മാത്രമല്ല, ഞാൻ നിർത്തുകയാണ്, നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലിനെയല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് വലാകിൻ യുരീദു ലിയുത്വഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കലാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ. എന്താണ് ഈ ത്വഹാറത്ത്? എങ്ങനെയാണ് വുളൂ കൊണ്ട് അവന്റെ അടിമകളെ അവൻ ശുദ്ധീകരിക്കുന്നത്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ മുത്ത് നബി പറഞ്ഞു, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു അവിൽ മുഅ്മിനു, ശക്കും മിനർ റാവിയായിട്ട് ഒരു മനുഷ്യൻ, ഒരു അടിമ, മുസ്ലിമായ അടിമ വുളൂ ചെയ്താൽ, അല്ലെങ്കിൽ മുഅ്മിനായ ഒരു അടിമ വുളൂ ചെയ്താൽ, ഫഗസല വജ്ഹഹു, അങ്ങനെ വുളൂ ചെയ്യുമ്പോൾ അവന്റെ മുഖം അവൻ കഴുകി എങ്കിൽ, ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി, അവന്റെ രണ്ട് കണ്ണുകളെ കൊണ്ടും അവൻ നോക്കിയ എല്ലാ തെറ്റുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരും, പുറപ്പെടുവിക്കും. ഖറജ മിൻ വജ്ഹിഹി, അവന്റെ മുഖത്ത് നിന്ന് പുറപ്പെടും. കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഅ, അവന്റെ രണ്ട് കണ്ണുകളെ കൊണ്ട് നോക്കിയ എല്ലാ തെറ്റുകളുടെയും കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ ദോഷങ്ങൾ ആ വെള്ളത്തോടുകൂടെ പുറത്തു പോകും. ഔ മഅ ആഖിരി ഖത്രിൽ മാഅ, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എങ്ങനെ? വെള്ളത്തിന്റെ അവസാനത്തെ തുള്ളി ഇറ്റി വീഴുമ്പോൾ അവന്റെ രണ്ട് കണ്ണുകളെ കൊണ്ട് അവൻ നോക്കിയ തെറ്റുകൾ മുഴുവനും ആ വെള്ളം ഒഴുകിപ്പോകലോടുകൂടെ അവന്റെ മുഖത്ത് നിന്ന് ഒഴുകിപ്പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ത് സംഭവിച്ചു? ത്വഹാറത്ത് രണ്ട് നിലക്ക് സംഭവിച്ചു. ഭൗതികമായ ത്വഹാറത്തും ആത്മീയമായ ത്വഹാറത്തും. അവന്റെ മുഖത്തുള്ള അഴുക്കുകൾ നീക്കം ചെയ്യപ്പെടുന്നു. വെള്ളം ചെല്ലലോടുകൂടെ മുഖത്തുള്ള അഴുക്ക് നീക്കപ്പെടുന്നു, മുഖകാന്തി വർദ്ധിക്കുന്നു. അതോടൊപ്പം
അവന്റെ മുഖത്തുള്ള കണ്ണുകളെ കൊണ്ട് അവൻ ചെയ്ത അവന്റെ ഖതീആത്തുകൾ മുഴുവനും അവനിൽ നിന്ന് പുറത്തു പോകുന്നു. അപ്പോ ആത്മീയമായും അവൻ ശുദ്ധി കൈവരിച്ചു, ഭൗതികമായും ശുദ്ധി കൈവരിച്ചു. അതാണ് വുളൂ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തുടരുന്നു, ഫഇദാ ഗസല യദൈഹി ഖറജ മിൻ യദൈഹി കുല്ലു ഖതീഅത്തിൻ ബതശത്ഹാ യദാഹു മഅൽ മാ. അവന്റെ രണ്ട് കൈകളും കഴുകുമ്പോൾ അവന്റെ കൈകൾ കൊണ്ട് അവൻ ചെയ്ത ദോഷങ്ങൾ മുഴുവനും ആ വെള്ളത്തോടുകൂടെ ഒലിച്ചു പോകുന്നു, പുറത്തു പോകുന്നു. അപ്പൊ എന്തായി? അവന്റെ കൈകൾ ശുദ്ധിയായി, അഴുക്കുകളിൽ നിന്ന് ശുദ്ധിയായി, നജസിൽ നിന്ന് ശുദ്ധിയായി, മ്ലേച്ഛതയിൽ നിന്ന് ശുദ്ധിയായി, ഭൗതികമായി. അതോടൊപ്പം തന്നെ ആത്മീയമായി അവന്റെ കരങ്ങളെ കൊണ്ട് അവൻ ചെയ്ത അധർമ്മങ്ങൾ മുഴുവനും, അവന്റെ കരങ്ങളെ കൊണ്ട് അവൻ ചെയ്ത തെറ്റുകൾ മുഴുവനും ആ വുളൂ ചെയ്യുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുമ്പോൾ ആ ദോഷങ്ങളും അവനിൽ നിന്ന് ഒഴുകിപ്പോകുന്നു. ഈ പറഞ്ഞതൊക്കെ വൻദോഷങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. അത് മനസ്സിലാക്കണം. വൻദോഷങ്ങൾ ഇതിൽ പെടൂല. പലിശക്ക് കൊടുത്തിട്ട് പോയി ഒതുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? കള്ളച്ചോടം ചെയ്യുക എന്നിട്ട് പോയി ഒതുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാളെ പോയി കൊല്ലുക എന്നിട്ട് പോയി ഒതുണ്ടാക്കുക, ആയാതി ഏർപ്പാടൊന്നും നടക്കൂല. ഇതൊക്കെ വൻദോഷങ്ങൾ ഇതിൽ നിന്നൊഴിവാണ്. അത് മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചെറിയ ദോഷങ്ങളാണ്. ചെറിയ ദോഷങ്ങളിൽ നിന്ന് തന്നെ മുക്തമാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നിഅമത്ത് തന്നെയല്ലേ? കാരണം ചെറിയ ദോഷങ്ങൾ പെരുകി 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 തന്നെ അത് വലിയ ഒരു ദോഷമായി മാറും. ചെറിയ ദോഷങ്ങൾ ധാരാളം ഉണ്ടായാൽ തന്നെ അത് വലിയ അപകടമാണ്. എന്നാൽ ആ ദോഷങ്ങൾ വുളൂ ചെയ്യുന്ന ഒരു മുഅ്മിനിൽ ഉണ്ടാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുഅ്മിൻ 5 പ്രാവശ്യം വുളൂ ചെയ്യുമ്പോൾ 5 പ്രാവശ്യം അവന്റെ വീടിന്റെ ചാരത്തുകൂടി ഒഴുകുന്ന നദിയിൽ നിന്ന് കുളിച്ചാൽ അവന്റെ ശരീരത്തിൽ അഴുക്കുകൾ അവശേഷിക്കാത്തതുപോലെ 5 നേരവും നിസ്കരിക്കുന്ന ഒരു മനുഷ്യനിൽ ഒരു ദോഷവും അവശേഷിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇതിനൊക്കെ ബാധകമാണ്. 5 പ്രാവശ്യം അയാൾ വുളൂ ചെയ്യുമ്പോൾ അതോടുകൂടെ ആ ദിവസത്തിൽ അയാൾ ചെയ്ത ചെറിയ ദോഷങ്ങൾ മുഴുവനും വുളൂഓടുകൂടെ തന്നെ പുറത്തു പോകുന്നു, പൊറുക്കപ്പെടുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തുടരുന്നു, فإذا غسل رجليه خرجت كل خطيئة مشتها رجلاه مع الماء. അവന്റെ കാലുകൾ അവൻ കഴുകുമ്പോൾ അവന്റെ കാലുകൾ ഉപയോഗിച്ച് അവൻ നടന്നുപോയ എല്ലാ തെറ്റുകളും ഖതീആത്തുകളും ആ വെള്ളത്തോടുകൂടെ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഹത്താ യഖ്റുജു നഖയ്യം മിനദ്ദുനൂബ്. ഒരു വുളൂ കഴിയുമ്പോൾ അവൻ ദോഷങ്ങളിൽ നിന്ന് പാടെ മുക്തനാകുന്നു. ഒരു മുസ്ലിമായ മനുഷ്യൻ വുളൂ ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടമാണിത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാ യുരീദുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുത്വഹിറക്കും, മറിച്ച് നിങ്ങളെ ശുദ്ധിയാക്കണം എന്നാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് അല്ലാഹു വുളൂഇനെ ശറഅാക്കിയത്, തഹാറത്തിനെ ശറഅാക്കിയത്. അതോടുകൂടെ അവന്റെ ഭൗതികമായും ശുദ്ധീകരിക്കപ്പെടുന്നു, ആത്മീയമായും ശുദ്ധീകരിക്കപ്പെടുന്നു. ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായി കാണാൻ സാധിക്കും. അപ്പൊ വുളൂ ചെയ്യലോടുകൂടെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും അവൻ പരിശുദ്ധനാവുകയാണ്. അവന്റെ ശാരീരികമായും ആന്തരികമായും ദോഷങ്ങളിൽ നിന്നും എല്ലാം അവൻ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയാണ്, അവൻ പോലും അറിയാതെ. ഇതാണ് വുളൂഇന്റെ ആത്മീയമായ ഒരു വശം. മാത്രമല്ല വലിയുതിമ്മ നിഅ്മതഹു അലൈക്കും, അള്ളാഹുവിന്റെ നിഅ്മത്തിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയും. അള്ളാഹുവിന്റെ നിഅ്മത്ത് ഏറ്റവും വലിയ നിഅ്മത്ത് ഏതാ? ഏറ്റവും വലിയ നിഅ്മത്ത് എന്ന് പറഞ്ഞത് തമാമുൻ നിഅ്മത്തി ദുഖൂലുൽ ജന്ന,
പൂർണ്ണമായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗീയ പ്രവേശനമാണ്. അപ്പൊ വുളൂ ചെയ്താൽ ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമാണ് പ്രതിഫലം നൽകുന്നത്. അതിനുള്ള എല്ലാ വഴികളും അതിലൂടെ അവനിലേക്ക് സംജാതമാകുന്നു. വുളൂവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. വിശദമായി തന്നെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഉണ്ടാകുന്ന പ്രത്യേകമായ ഫളായിലുകളെ കുറിച്ച് മുൻഗാമികളായ മഹത്തുക്കൾ വിവരിച്ചിട്ടുണ്ട്. മാത്രമല്ല വുളൂ ചെയ്ത് കഴിഞ്ഞ് അവന്റെ ശരീരത്തിലെ എല്ലാ ദോഷങ്ങളും ചെറുദോഷങ്ങളും മുഴുവനും പൊറുക്കപ്പെട്ട് കഴിഞ്ഞ് വുളൂ ചെയ്ത് കഴിഞ്ഞ് ആ മനുഷ്യൻ അവന്റെ 2 കരങ്ങളും അവന്റെ 2 കണ്ണുകളും വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനീ മിനത് തവ്വാബീന വജ്അൽനീ മിനൽ മുതത്വഹിരീൻ വജ്അൽനീ മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് ആ മനുഷ്യൻ പതിവായി പറഞ്ഞാൽ, ഈ ദുആ ഒരാൾ വുളൂഇന്റെ ശേഷം പതിവായി ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന്റെ മുന്നിൽ മലർക്കെ തുറക്കപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന് തുറക്കപ്പെടും എന്ന് മാത്രമല്ല, ആ 8 കവാടങ്ങളിൽ ഏത് വാതിലിൽ കൂടിയാണോ അകത്തേക്ക് പ്രവേശിക്കാൻ അവൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ആ വഴിയിൽ കൂടി അവന് അകത്ത് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. അപ്പൊ വുളൂ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ദൈനംദിനം നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ്. നിസ്കരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വുളൂ ചെയ്യുന്നുണ്ട്. അതിന്റെ ആദാബുകൾ പരമാവധി പാലിച്ചുകൊണ്ട്, അതിൽ ചൊല്ലേണ്ട അധികാരികൾ ചൊല്ലിക്കൊണ്ട്, അതിൽ ചെയ്യേണ്ട മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ശറൂത്തുകളും ഫുറൂളുകളും പാലിച്ചുകൊണ്ട് വുളൂ ചെയ്യുമ്പോൾ ആ ഒരു വുളൂ കഴിയുമ്പോഴേക്ക് ആ മനുഷ്യനിൽ ഉണ്ടാകുന്ന നിഅമത്തുകളും അള്ളാഹുവിന്റെ നേട്ടങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വുളൂ ചെയ്യിപ്പിച്ച് ദിവസവും നിങ്ങളെ കൈകാലുകൾ കഴുകിപ്പിച്ച് ബുദ്ധിമുട്ടിക്കണം എന്നല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും ശുദ്ധീകരിക്കലും, അതോടൊപ്പം തന്നെ വലിയുതിമ്മ നിഅമതഹു അലൈക്കും, അവന്റെ പരിപൂർണമായ നിഅമത്ത്, അതായത് പരിപൂർണമായ നിഅമത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം, ആ സ്വർഗം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയുമാണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ നേരെ ഇങ്ങോട്ട് മാറ്റിവെച്ച് സംസാരിക്കുമ്പോൾ ശുറൂത്തുകളും ഫുറൂലുകളും പാലിച്ചുകൊണ്ടൊരാൾ വുളൂ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വുളൂ കഴിയലോടുകൂടെ ആ മനുഷ്യന്റെ ശരീരങ്ങളെ കൊണ്ട് അവയവങ്ങളെ കൊണ്ട് ചെയ്ത ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നു. എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തമായതിന്റെ ശേഷം ആ മനുഷ്യന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത നേരത്തെ നമ്മൾ പറഞ്ഞ ആ ദിക്ർ, ആ ദുആ അവൻ അതിന്റെ അദബോടുകൂടെ മഖ്റജുകളൊക്കെ പാലിച്ചുകൊണ്ട് പരമാവധി ശ്രദ്ധയോടുകൂടെ ആത്മാർത്ഥമായി ആ ദിക്ർ, ആ ദുആ അവൻ ചൊല്ലിയാൽ അതോടുകൂടെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവന് പ്രവേശിക്കാനുള്ള അനുമതി അള്ളാഹു കൊടുക്കുന്നു. സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടുമെന്നാണ്. അപ്പോ ഈ ആയത്തിനെ നേരെ മാറ്റിവെച്ചാൽ വുളൂ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അവന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരലാണ് എന്ന് പറഞ്ഞത് സത്യത്തിൽ അത് വളരെ യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് വിവരിച്ച് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. വളരെ വിശദമായ മറ്റു ചർച്ചകളൊക്കെ ഇനി വരാനുണ്ട്. വളരെ ചുരുക്കിയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ബുശ്റാക്കുമുൽ യൗം വളരെ ദിവസങ്ങളോളം നമ്മുടെ ക്ലാസ് റൂമിൽ ഉള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റു ദിവസങ്ങളിൽ വുളൂഉമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുകയും വേണം. ഈ വിഷയത്തിൽ ധാരാളം സംസാരിക്കാനുണ്ട്.
വുളു എന്ന് പറഞ്ഞ ഒരിക്കലും നമ്മൾ ആ ചിന്തിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചതുപോലുള്ള ഒരു കേവല കൈകാലുകൾ കഴുകുക എന്ന സംഭവം മാത്രമല്ല, ആത്മീയമായ ഒരുപാട് വശങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. അതോടുകൂടെ ഒരു മുഅ്മിൻ എല്ലാ നിലക്കും പരിശുദ്ധനായി മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂഇനെ അതിന്റെ എല്ലാവിധ വസ്ഫുകളും കോർത്തിണക്കിക്കൊണ്ട് അതിന്റെ ശുറൂത്തുകളും ഫുറൂളുകളും അതിന്റെ സുനനുകളും എല്ലാം പാലിച്ച് ഈ പറയപ്പെട്ട രീതിയിൽ അള്ളാഹുവിന്റെ നിഅമത്ത് പൂർത്തീകരിക്കപ്പെടുകയും അള്ളാഹുവിന്റെ ശുദ്ധീകരണം നമുക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ പരിപൂർണമായി വുളൂ ചെയ്യാനും അത് ജീവിതത്തിൽ തുടർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് ചെയ്യട്ടെ. വുളൂ ചെയ്തത് കൊണ്ട് തന്നെ സ്വർഗത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. വുളൂ ചെയ്ത് ദുആ ചെയ്ത കാരണത്താൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു നല്ല ഒരു ഇൽമ് സംസാരിച്ച ഒരു സമയമാണല്ലോ, അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഒരു ദുആ ചെയ്യാണ്, അത് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. അതായത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ഓപ്പറേഷൻ വളരെ സുഗമമായി തന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അപകടങ്ങളൊന്നുമില്ലാതെ തന്നെ പൂർത്തീകരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകി ഇനിയും വളരെ കരുത്തോടെയും ഊർജത്തോടെയും ഊർജ്ജസ്വലതയോടെയും നമുക്ക് നേതൃത്വം നൽകാനും നമുക്ക് മുന്നിൽ നിന്ന് മാർഗദർശനം നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ വഫാത്തായ സമയത്ത് ആ കസേരയിലേക്ക് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ എല്ലാവരും ഐക്യകണ്ഠേന ഇരുത്തിയ വലിയ കനപ്പെട്ട മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ശംസുൽ ഉലമ വഫാത്തായ ശേഷം ആ കസേരയിലേക്ക് ശംസുൽ ഉലമയോളം യോഗ്യതയുള്ള ഒരാളെ വേറെ കിട്ടുമല്ലേ, അത് മറ്റൊരു വിഷയം. പക്ഷേ ആ സമയത്ത് ആ കസേരയിൽ ഇരുത്താൻ ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദിനോളം യോഗ്യതയുള്ള മറ്റൊരാളില്ല എന്നതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ അതിന് യോഗ്യമാക്കിയതും അതിനുള്ള അവസരം നൽകിയതും. ഒരാൾ പോലും ചെറുശ്ശേരി ഉസ്താദിനെ ആ കസേരയിലേക്ക് പറ്റില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അത്രയും ഘനപ്പെട്ട കർമ്മശാസ്ത്ര വിഷയത്തിലുള്ള അഗാധ പാണ്ഡിത്യമുള്ള, നമുക്ക് എല്ലാ നിലക്കും അഭിമാനിക്കാവുന്ന, നമുക്ക് ധൈര്യപ്പെടാവുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേതൃത്വം ദീർഘകാലം അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ ശർറിൽ നിന്നും ബഹുമാനപ്പെട്ട ഉസ്താദിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉസ്താദിന്റെ ആരോഗ്യം അള്ളാഹു പരിപൂർണമായി തിരിച്ചു കൊടുത്ത് ഊർജ്ജസ്വലതയോടുകൂടെ എല്ലാ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.